ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒന്നുമില്ല, കുറച്ചേറെ ശാന്തമായിട്ടൊന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. ഓ, അപ്പൊ ഞാനുള്ളതാ നിങ്ങളുടെ ശാന്തതക്കേടല്ലേ? അങ്ങനെയല്ല, കുറച്ചേരം ഒന്നും ആലോചിക്കാതെ വെറുതെ കിടക്കാന്ന് വിചാരിച്ചു. അല്ല, ഞാനെങ്ങനെ ഇവിടെ വന്നു? അതൊക്കെ കിട്ടി. കാലിന് വെടിയേറ്റ് വഴിയിലൂടെ കിടക്കുമായിരുന്നു. ആരോ എടുത്തോണ്ട് വന്ന് രാമചന്ദ്രൻ സാറിന്റെ ക്ലിനിക്കിലാക്കി. രാമേന്ദ്ര സാർ എന്നെ അറിയിച്ചു. ഈ വീട്? ഇതിപ്പോ എന്റെ വീടാ. ഇവിടെ അവനും അവളും എന്നെ തിരക്കി വരുമോ? ആര്? അംബികയും മകനും. അതെന്താ ജഗന്നാഥേട്ടൻ അവളെ പേടിക്കുന്ന? ഞാൻ ഇത്രയും നാളും അവളുടെ കസ്റ്റഡിയിലായിരുന്നു. അവൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ജയിലിൽ പല പ്രാവശ്യം ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു, കഴിഞ്ഞില്ല. ഇപ്പോഴാ ഇങ്ങനൊരു ചാൻസ് കിട്ടിയത്. അവൾ എന്നെ കൊല്ലാതെ കൊന്നു. പക്ഷേ ഞാൻ മരിച്ചില്ല, ജീവൻ മാത്രം ബാക്കി കിട്ടി. ഇത് ദൈവത്തിന്റെ തീരുമാനമായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടു. മരിക്കുന്നതിന് മുമ്പ് ഒരേ ഒരു ആഗ്രഹമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, പ്രതാപനെയും പത്മയും കാണണമെന്ന്. പത്മയെ കണ്ടു, ഇനി പ്രതാപനെ കാണണം, പലതും പറയണം. നിങ്ങളൊരു ചതിയുടെ ഭാഗമായി പിരിഞ്ഞു പോയവരാണ്. നിങ്ങൾ ഒരുമിക്കണം. അറ്റുപോയ കണ്ണികളാ, വിളക്കി ചേർത്ത ശരിയാവില്ല. ശരിയാകും, ശരിയാകണം. നിരപരാധികളാ നിങ്ങൾ രണ്ടുപേരും. തൽക്കാലം ജഗന്നാഥേട്ടൻ റെസ്റ്റ് എടുക്ക. ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം. ജേട്ടൻ എന്താ താമസിക്കുന്നത്? ഇനി രാജുവിന്റെ കൂടെ വരുള്ളൂ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ, നാശം. മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അയ്യോ, അപ്പൊ നിനക്ക് നല്ലതും ചീത്തയുമായ രണ്ടു തരം ജീവനുണ്ടോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഓ, നീ എന്തിനാ മരുമോളെ ചൂടാവുന്നത്? അല്ല, നീ ഇങ്ങനെ വാതുക്കൽ വന്ന് പുറത്തോട്ട് നോക്കി നിൽക്കുന്നത് കണ്ടപ്പം എനിക്കെന്തോ പന്തികേട് തോന്നി. അല്ല, ആരെ നോക്കി നിൽക്കുന്ന ചോദിക്കാനാ വന്നത്. ഞാനേ എന്റെ ഭർത്താവിനെയാ നോക്കി നിൽക്കുന്നേ, അല്ലാതെ വേറെ ആരെ നോക്കാനാ? നിന്റെ ഭർത്താവ് ജോലി തിരക്കി ആ വർമ്മ സാറിന്റെ വീട്ടിലേക്ക് പോയിരിക്കല്ലേ. അങ്ങേരൊരു നല്ല മനുഷ്യനായതുകൊണ്ട് ജോലി കൊടുക്കും. പക്ഷേ ഒരു 6 മാസത്തിനകം യോഗ്യനായ നിന്റെ ഭർത്താവ് ജയിലിലേക്കും പോകും. കരുനാക്ക് വളച്ചൊന്നും പറയാതമ്മേ. എന്തായാലും നിങ്ങൾ തന്നെയല്ലേ ജേട്ടനെ പ്രസവിച്ചത്? ഓ, ഇതുപോലൊരുത്തനെ പ്രസവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആ അത്ഭുത ജന്മം സംഭവിച്ചു പോയി. എന്തു ചെയ്യാൻ പറ്റും? ഓ, ഇതുപോലെ മനുഷ്യനെ വട്ടം ചുറ്റിക്കുന്ന ഒരു മകൻ, അവന് ചേർന്ന ഒരു ഭാര്യ, വകതിരിവില്ലാത്ത വർഗങ്ങള്, ഈ നാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. എന്താണ് അമ്മായിയമ്മയും മരുമകളും തമ്മിലൊരു സൗഹൃദ സംഭാഷണം? അത് മൂന്നാറിലൊരു 3-4 തേയിലത്തോട്ടങ്ങൾ വാങ്ങിക്കുന്നതിനെ കുറിച്ച് ഞാനും ഇവളും കൂടെ ആലോചിക്കുകയായിരുന്നു. ഓ, ദേ വന്നല്ലോ നിന്റെ കണവൻ ജയചന്ദ്ര മുതലിയാര്. ഇവനെന്നാ മുതലിയാരായത്? പ്രിയ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ ചേട്ടാ? എനിക്ക് വർമ്മ സാറിന്റെ വീട്ടിൽ ജോലി കിട്ടി. ദൈവമേ, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പ്രാർത്ഥന കേട്ട ദൈവമല്ല, അംബിക മേഡ.
അംബിക മേഡോ? അതെ, അംബിക വർമ്മ. ഞാൻ ഇന്നു മുതല് അംബിക വർമ്മയുടെ പി ആയിട്ട് ചാർജ് എടുത്തു. രാജു ഒളിയ മന്ത്രിയുടെ പി എ, ഞാൻ മന്ത്രിയുടെ ചേച്ചിയുടെ പി എ. അല്ലേ അവക്കെന്തിനാ പി എ? അവർക്ക് മാത്രമായിട്ട് ഒത്തിരി ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, ഈ തുണിമില്ലും മറ്റുമൊക്കെ. മനുഷ്യനിട്ട് മാത്രമല്ല, ബ്രഹ്മാവിന് വരെ ബ്രഹ്മ വയ്ക്കാൻ മടിക്കാത്ത സ്ത്രീയാ അംബികാവർമ്മ. ആ, ജോലി ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാ, പക്ഷെ സൂക്ഷിക്കണം. ആ മോനെ, ആ മഠത്തില് രാഘവപിള്ള ചേട്ടൻ മരിച്ചുപോയി. നീ എന്നെ അവിടെ മരുന്ന് ഉണ്ടാക്ക്. വാച്ച, ഞാനും അവിടെ വരെ ഒന്ന് പോകുന്നു. അമ്മ വരുന്നുണ്ടോ? ആ പോവാം. എന്നാ വാ. വാ. ജേട്ടൻ വാ. അമ്മ ഈ ചേട്ടനെ പി എ ആക്കിയിരിക്കുന്നത് ഇവിടുത്തെ രഹസ്യങ്ങൾ ചോർത്താനാ. ഓഫ്, ആരും കണ്ടില്ല. ഇവിടെ ഇരിക്കട്ടെ. ഉഫ്. അയ്യോ, ഈശ്വര, ഇങ്ങനെ എന്ന് സമാധാനമായിട്ട് വെള്ളമടിക്കാനുള്ള സാഹചര്യം നീ എന്നും എനിക്ക് ഒരുക്കി തരണേ. ആ. ഓഫ്. ഒരു ആശ്വാസത്തിന് തീനാളം നെഞ്ചിലൂടെ അകത്തേക്ക് പോയ പോലെ. ജേട്ടാ, ദൈവമേ, ഉള്ള സമാധാനം പോയല്ലോ. ജേട്ടാ, ഇതിപ്പം ഇവിടെ വല്ല വേണ്ട, അവിടെ ഇരിക്കട്ടെ. ജേട്ടാ, ഥു. ജേട്ടാ. എന്താ ഒറ്റയ്ക്ക് മുറി അടച്ചിട്ടിട്ട്? ഒന്നുമില്ല, കുറച്ചേരം ശാന്തമായിട്ടൊന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. ഓ, അപ്പൊ ഞാനുള്ളതാ നിങ്ങളുടെ ശാന്തതക്കേടല്ലേ? അങ്ങനെയല്ല, കുറച്ചേരം ഒന്നും ആലോചിക്കാതെ വെറുതെ ഒന്ന് കിടക്കാന്ന് വിചാരിച്ചു. ഇതിനകത്ത് കള്ളിന്റെ നാറ്റമുണ്ടല്ലോ. കള്ളോ? ഞാൻ കള്ളെ കണ്ടിട്ട് എന്റെ കാലങ്ങളായി. അപ്പൊ നിങ്ങൾ കുടിച്ചിട്ടില്ലേ? എന്തിനാ പ്രിയെ ഇങ്ങനെ നിരപരാധിയായ പാവത്തിനെ ഇങ്ങനെ ഇട്ട് പീഡിപ്പിക്കുന്നേ? ഈ പാപമൊക്കെ നീ എവിടെ കൊണ്ട് തീർക്കും?